മമ്മൂട്ടി എന്ന വ്യക്തിയോട് ആദ്യമായിട്ട് എനിക്ക് മതിപ്പ് തോന്നിയ സമയമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ചോറിന് ഒരൽപ്പം നന്ദി കാണിച്ചു പോയി. രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല. വെറുതെ സമയം കളയേണ്ട. സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം. എന്നും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കൊട്ടിഘോഷിക്കേണ്ട ഒരു പരിപാടിയായിട്ട് തനിക്ക് തോന്നുന്നില്ല എന്നത് തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ പ്രസംഗത്തിന്റെ ധ്വനി. അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അച്ഛനെ അംഗീകരിക്കാത്ത പന്നകൾ. പക്ഷേ വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ്? പെണ്ണായതുകൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചരണനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാനിത് തന്നെ ചെയ്യുള്ളൂ. എന്താ കാരണം? ചോറിന് ഒരൽപ്പം നന്ദി കാണിച്ചു പോയി. മമ്മൂട്ടിയുടെ ആ ഒരു പ്രസംഗത്തിൽ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. വിശക്കുന്ന വയറിന് മുന്നിൽ ഇതൊന്നും ഒരു വികസനമല്ല. ഈ പാലത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കും എന്റെ പാർട്ടിക്കും വേണം. എന്നാലേ അടുത്ത ഇലക്ഷൻ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലൊക്കെ ജനപ്രതിനിധികൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവരാരും നേരിട്ട് കണ്ടറിയാത്ത ദുരിതങ്ങൾ ഒരുപാട് മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്. വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ കൂടി സാക്ഷി നിർത്തിയാണ് നിങ്ങൾ ഈ പ്രഹസനങ്ങൾ നടത്തുന്നത്. ഇത്രയും ആഡംബരങ്ങളോടെ ഇത്രയും കോടികൾ ചെലവിട്ട് അതിലെ വിരോധാഭാസം സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി തിരുത്താൻ കഴിയുമെങ്കിൽ തിരുത്തുക. സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഒക്കെ ശരിയാക്കാം. ഈ വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? ഇതൊക്കെ തന്നെ.